54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനെ വലം വയ്ക്കാനുള്ള മനുഷ്യപ്രയാണത്തിന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:05 നാസയുടെ ആർടെമിസ് 2 വിക്ഷേപണം. 4 പേരാണ് ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. 3, 2, 1 booster ignition and liftoff of Artemis 2 now bound for the moon. Humanity's next great 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം അമ്പിളിക്കല തേടി ഭൂമിയിലെ ആ 4 സഞ്ചാരികൾ യാത്ര പുറപ്പെട്ടു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണത്തറയിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഒറയൻ എന്ന കിനാവിൽ വിമാനമേറി. മിഷൻ കമാൻഡർ, നാസയുടെ റീഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ നാസയുടെ ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ ഏജൻസിയുടെ ജെറമി ഹാൻസൺ എന്നിവർ. ആദ്യ 2 ദിവസം കൊണ്ട് 2 തവണ ഭൂമിയെ വലം വെച്ച ശേഷം ചന്ദ്രനെ ലക്ഷ്യമാക്കി ഒറയൻ പേടകം പറക്കും. ഏപ്രിൽ 6 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. ഒരു ഘട്ടത്തിൽ മനുഷ്യരുമായി ഒരു ബഹിരാകാശയാനവും ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തിലേക്ക് ഒറയൻ എത്തും. ഒരു തവണ ചന്ദ്രനെ വലം വെച്ച ശേഷം ഏപ്രിൽ 10 ഭൂമിയിലേക്ക് മടക്കം. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നതോടെ ദൗത്യം പൂർണ്ണം. ക്രിസ്റ്റീന കോച്ചിലൂടെ ഒരു സ്ത്രീ ഭാഗമാകുന്ന ചരിത്രത്തിലെ ആദ്യ ചാന്ദ്രദൗത്യത്തിന് കൂടിയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ദൗത്യം വിജയമായാൽ പിന്നെ എല്ലാ കണ്ണുകളും ആർടെമിസ് 4 മനുഷ്യനെ ചന്ദ്രനിൽ വീണ്ടും ഇറക്കുകയെന്ന നിർണായക ദൗത്യത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. അതിവിദൂര താരകാനിലയം തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾക്ക് ആർടെമിസ് 2 കരുത്താകുകയാണ്. യാത്രയിൽ 4 പേർക്കും കൂടായി ഒരു 5-ാമനുമുണ്ട്, റൈസ് എന്ന ചെറുപാവ. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.